പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പാണ്. അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി വയ്ക്കാൻ തുടങ്ങുകയാണ്. ഒന്നി ഇത് കറി അല്ലെങ്കിൽ കടലക്കറി, ഗ്രീൻ പീസ് കറി, അങ്ങനെ രാവിലെ ചപ്പാത്തിക്ക് വേണ്ടി വയ്ക്കുക പതിവുണ്ട്. പക്ഷേ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ്. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പിപ്പറ്റിച്ചാണ് മെഴുക്ക് പുരട്ടി വയ്ക്കുന്നത്. എല്ലാ പ്രാവശ്യവും ഉരുളക്കിഴങ്ങ് ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഉള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ പുരട്ടി വെച്ചേക്കുമായിരുന്നു കുറച്ച് നേരം. അതിനുശേഷം എണ്ണയിലിട്ട് വറുത്തെടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഉപ്പിപ്പറ്റിക്കുക എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. അതായത് ചട്ടിയിൽ ഈ അരിഞ്ഞത് ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് വേവിച്ചെടുക്കും. വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുക്കും. എന്നിട്ട് എണ്ണയിലിടും. അപ്പോഴേ നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ചപ്പാത്തിക്ക് ഞാൻ മാവ് കുഴച്ചിട്ടുണ്ടായിരുന്നു. അതും ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ സമയം ഉപ്പിപ്പറ്റിക്കാൻ വെച്ചിരുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയുടെ കൂട്ട് വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട്
മെഴുക്ക് പുരട്ടി വയ്ക്കാമെന്ന് തീരുമാനിച്ചു. അതിനെയും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകുമല്ലോ. ഞാൻ കുറച്ച് മാത്രമേ ആട്ട കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കുക പതിവുള്ളൂ. കൂടുതൽ ഉണ്ടാക്കി വെച്ചിരുന്നാലും വെറുതെ അത് കളയും. പിന്നെ ആവശ്യത്തിന് മാത്രം എല്ലാവർക്കും എണ്ണി ഉണ്ടാക്കും, അതേ ഉണ്ടാക്കുകയുള്ളൂ. വെറുതെ കളയണ്ടല്ലോ. അപ്പം നമ്മുടെ വെന്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു, ആ എണ്ണയിലേക്കിട്ട് മുരിച്ചെടുക്കും. ഇന്നാളിൽ ഞാൻ കുറച്ച് പച്ചമീൻ ഉപ്പ് പുരട്ടി വെച്ചിരുന്നു ഉണങ്ങുവാൻ വേണ്ടി. അപ്പോഴേ നല്ല വെയിലൊന്നും പിന്നെ കിട്ടിയില്ല. ഇന്ന് നോക്കിയപ്പോൾ നല്ല വെയിലുണ്ട്, നല്ല കാലാവസ്ഥ. അപ്പോഴോട്ടു പെരയുടെ മണ്ടയ്ക്ക് ഞാൻ കൊണ്ടുവന്ന് ഉണങ്ങാൻ നിരത്തി വയ്ക്കുകയാണ്. തിരിച്ചും മറിച്ചും ഇട്ട് ഉണങ്ങിയെടുക്കും. പക്ഷേ പൂച്ച ഭയങ്കര ശല്യമാണ്. കുറച്ച് നേരം ഇത് വെച്ചിട്ട് നോക്കി നിൽക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മീനെല്ലാം ഉണങ്ങാൻ നിരത്തി വെച്ചു. അതിനുശേഷം മീൻ പൂച്ചയും കാക്കയും കോഴിയും ഒന്നും കൊണ്ടുപോകാതെ കുറച്ച് നേരം കാവലിരുന്നു. ഇതിൻ്റെ മണം പിടിച്ച് നമ്മുടെ പൂച്ച എത്തിയിട്ടുണ്ട്. നമ്മുടെ പൂച്ചയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൂച്ചയല്ല, ഈ പറമ്പിൽ കൂടെ നടക്കുന്ന കുറേ പൂച്ചകളുണ്ട്. പിന്നെ മോൻ വളർത്തുന്ന കുറച്ച് കാഴ്ച മീനാണ്. അതിനെയും കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഏകദേശം 1-2 മണിക്കൂറോളം വെയിൽ കൊള്ളിച്ചു മീൻ. അതിനുശേഷം മീൻ നാളെയും വെയിൽ കൊള്ളിക്കാമെന്നുള്ള പ്രതീക്ഷയോട് എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോന്നു. ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ തയ്യാറാക്കണമല്ലോ. കഞ്ഞി വെന്തിരിപ്പുണ്ട്, ചോറിരിപ്പുണ്ട്. ഇനിയും കറികൾ വയ്ക്കണം. അതിനു വേണ്ടി വീട്ടിലോട്ട് ഇറങ്ങിപ്പോന്നു.
അപ്പോഴാണ് വന്ന വഴിക്ക് മുളക് കണ്ട് വിളഞ്ഞത് ഇതിൽ നിന്ന് നുള്ളി പറിച്ച് എടുത്ത് ഒട്ടും വിളഞ്ഞതും എല്ലാം കൂടെ കൊടിയേലിപ്പോൾ മുളകുണ്ടാകുന്നുണ്ട്. ആ ഉണങ്ങാൻ വെച്ചതിൽ നിന്നും കുറച്ച് അയല, ഒരു 4-5 അയല മീൻ എടുത്തുകൊണ്ട് വന്നു കറി വയ്ക്കാനായിട്ട്. വേറെ പച്ചമീൻ മേടിച്ചതിൻ്റെ കൈവശമില്ലായിരുന്നു. പിന്നെ അത് വെട്ടിയെടുത്ത് കറി വയ്ക്കാനായി തുടങ്ങുവാണ്. കൂട്ടുകാർ, എത്ര നമ്മൾ വീഡിയോ കഷ്ടപ്പെട്ടിട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ വീഡിയോയ്ക്കൊന്നും ഒരു വ്യൂസുമില്ല. കാരണം എൻ്റെ വീഡിയോയ്ക്കൊന്നും ഒരു വ്യൂസും ഇല്ല. ഞാൻ ചിലപ്പോൾ ഓർക്കും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടിടുന്നത് എന്ന്. വ്യൂസൊന്നും അങ്ങനെ വരുന്നില്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ കൂട്ടുകാർ? വ്യൂസൊന്നും ഇല്ലേ? എനിക്ക് തീരെ കുറവാണ് വ്യൂസ്. മറ്റേ 100 കൂടുതലെങ്കിലും വ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പം വന്ന് 100 താഴെയോട്ടാണ് വ്യൂസ്. എന്താണെന്നൊന്നും അറിയില്ല. നമ്മളാകുന്നത് കൂടുതൽ കഷ്ടപ്പെട്ടാണ് വീഡിയോ ഇടുന്നത്. എന്നും ആണെങ്കിൽ മീനാണെങ്കിൽ മുളക് കറിയാണ് വയ്ക്കുന്നത്. ഞാൻ ഈ ഉണക്കമീനെന്നും തേങ്ങ അരച്ച കറിയാണ് വയ്ക്കുന്നത്. കൂടുതലും ഉണക്കമീൻ ഞാൻ തോരൻ വയ്ക്കുകയാണ് പതിവ്. പിന്നെ ഇന്ന് കറി വയ്ക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് കറികളൊന്നും വലിയ കാര്യത്തിലില്ല. അതുകൊണ്ട് കറി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. രാവിലെ പിന്നെ ചപ്പാത്തിക്കുണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി കുറച്ചിരിപ്പുണ്ട്. അപ്പോഴേ ഇത് ഇന്ന് തേങ്ങ അരച്ച് ഞാൻ കറി വയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ മീൻ വെട്ടിയെടുത്തു. ഇനിയും ഇത് കഴുകിയെടുത്ത് ഞാൻ ഉപ്പിട്ട് വെച്ചപ്പോൾ നല്ല വൃത്തിയായിട്ട് 5-6 പ്രാവശ്യം കഴുകിയായിരുന്നു. അപ്പം പിന്നെ അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഇനിയും കഴുകിയാൽ മതിയാകും. അങ്ങനെ ഞാൻ മീൻ കഴുകിയെടുത്തു. ഇനിയും ബാക്കി തക്കാളിപ്പഴവും പച്ചമുളകും അതിനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുക്കാം.
പിന്നെ കറി വയ്ക്കാൻ ഞാൻ ബീറ്റ്റൂട്ടാണ് എടുത്തേക്കുന്നത്. മീൻ കറി ഉണ്ടല്ലോ, ആ കറി മതിയാകും. അപ്പം ബീറ്റ്റൂട്ട് തോരൻ വെച്ചാൽ മോന് ഇഷ്ടമല്ല, മെഴുക്ക് പുരട്ടിയാണ് അവനെല്ലാത്തിൻ്റെയും മെഴുക്ക് പുരട്ടിയാണ് ഇഷ്ടം. ഞാനോർത്ത് ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടിക്ക് അരിഞ്ഞെടുക്കാമെന്നോർത്ത് ബീറ്റ്റൂട്ട് ചെത്തിയെടുക്കുകയാണ്. ഒരു സവാളയും 3-4 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം വീണ്ടും കാണാം. ഈ ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും മെഴുക്ക് പുരട്ടിക്ക് ഞാൻ ഉപ്പി പറ്റിച്ചിരുന്നുവല്ലോ, അതുപോലെ തന്നെ ഉപ്പി പറ്റിക്കുകയാണ്. ഉപ്പി പറ്റിച്ച ശേഷം എണ്ണയിലേക്ക് ഇടുകയാണ്. അതായത് അപ്പം ഒന്ന് വെന്ത് കിട്ടുമല്ലോ, അതാണ് ടേസ്റ്റ്. പണ്ടൊക്കെ എൻ്റെ അമ്മ അങ്ങനെ ചെയ്യത്തുള്ളായിരുന്നു. ഒരു എണ്ണവും പച്ചയോട് ഇടത്തില്ലായിരുന്നു. ഇന്ന് കാലത്ത് പുതിയ കനത്തും കാര്യവും വന്നപ്പോൾ എല്ലാം പച്ചയോടങ്ങോട്ട് വെളിച്ചെണ്ണയിൽ എണ്ണയ്ക്കകത്ത് ഇട്ട് പൊരിച്ചെടുക്കുകയാണ് പതിവ്. പകുതിയും വേഗത്തില്ലപ്പോൾ. ഇതിങ്ങനെയാകുമ്പം നന്നായി വെന്ത് ഉപ്പും എരിവും എല്ലാം പിടിക്കും നമ്മുടെ പച്ചക്കറിയിൽ. അപ്പം അങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് മെഴുക്ക് പുരട്ടി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്ന് ഞാൻ അങ്ങനെയാണ് വയ്ക്കുന്നത്. കാണാം. ഞാൻ ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. കനം കുറച്ചാണ് ഇത് അരിയുന്നത്.
ഇപ്പോഴേ നമ്മുടെ പാഷൻ ഫ്രൂട്ടേന്ന് 2 പാഷൻ ഫ്രൂട്ട് കിട്ടിയിരുന്നു. അത് ഞാൻ അവിടെ വെച്ചേക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഓർത്തത് ഇത് ചിരണ്ടി എടുത്ത് പഞ്ചസാര ഇട്ടൊന്ന് കുടിക്കാമെന്ന്. അതിന് ഞാൻ അത് ഒരു പാത്രത്തിലേക്ക് പാഷൻ ഫ്രൂട്ട് കണ്ടിച്ച് സ്പൂൺ കൊണ്ട് ചിരണ്ടി എടുക്കുകയാണ്. പിന്നെ പഞ്ചസാരയും ഇട്ട് കലക്കി അതിനുശേഷം അതിൽ നിന്ന് 2-3 സ്പൂണ് ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ ഞാൻ എടുത്തിട്ട് കുടിക്കുകയാണ്. എനിക്കിഷ്ടമാണ് അങ്ങനെ കുടിക്കുന്നത്. നല്ല ടേസ്റ്റാണ് അങ്ങനെ കുടിക്കുന്നത്. പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടി ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും എല്ലാം ചേർത്ത് അടുപ്പിൽ വെച്ചു വേവിക്കാനായിട്ട്. ഈ സമയം നമ്മുടെ മീൻ കറിയെല്ലാം വറ്റി കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നമ്മുടെ ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടി ഒന്ന് വേകട്ടെ. അതിന് ശേഷം എണ്ണയിലിട്ട് മുരിച്ചെടുക്കാം. അങ്ങനെ വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ എണ്ണയിലേക്ക് ഇട്ട് അത് ഫ്രൈ ആക്കുകയാണ്. ഇങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നമുക്ക് എണ്ണ വളരെ കുറച്ച് മാത്രം മതിയാകും. ഒത്തിരി എണ്ണയൊന്നും വേണ്ട, സ്വല്പം എണ്ണ ഒഴിച്ചാൽ മാത്രം മതിയായിരിക്കും. ഇപ്പം കൊളസ്ട്രോളും കുന്തവും കാര്യവും ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. എണ്ണ വളരെ കുറച്ച് മാത്രം മതിയാകും. അപ്പോഴേ ഞാൻ എന്നും പിറ്റേ ദിവസം രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള അരി പലഹാരം ഉണ്ടാക്കുന്ന കാര്യം മറന്നു പോകും. കാരണം അരി ഇടത്തില്ല. പിന്നെ ഒത്തിരി താമസിച്ച് കഴിഞ്ഞാൽ ഓർക്കുന്നത് അയ്യോ അരി ഇട്ടില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ അരിയും ഉഴുന്നും കൂടെ എടുത്ത് വെള്ളത്തിലിട്ടേക്കുവാണ് ഓർത്തപ്പെടും. ഇത് നന്നായി ഒന്ന് റേഷൻ്റെ പച്ചരിയാണ്. ഇത് ചെള്ളും കാര്യങ്ങളും എല്ലാം കാണും. നന്നായി 3-4 പ്രാവശ്യം വൃത്തിയായി കഴുകിയെടുക്കണം. ഏറ്റവും ഒടുവിൽ ലാസ്റ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചേക്കും. ആ വെള്ളത്തിലാണ് ഞാൻ അരച്ചെടുക്കുക പതിവ്.
അരിയെല്ലാം വെള്ളത്തിൽ ഇട്ട് വെച്ചു. അതിനുശേഷം ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ശേഷം പാത്രങ്ങളെല്ലാം വഴക്കി യഥാസ്ഥാനത്ത് കമഴ്ത്തി വെച്ചു. അതിനുശേഷം അങ്ങനെ സമയം 4 മണി കഴിഞ്ഞു. അപ്പോഴേ ചായ അനത്താമെന്ന് തീരുമാനിച്ചു. ചായക്ക് വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഉപ്പേരിയൊന്നുമില്ല. നമ്മുടെ കക്ഷി, അതായത് നമ്മുടെ പുത്രൻ മൊത്തം എടുത്ത് ഭക്ഷിച്ചു. പാത്രം മാത്രം ഉണ്ട്. ഇനി ഉപ്പേരി പുതുതായിട്ട് വറക്കണം. പിന്നെ ഞാനോടത്ത് ഇപ്പം ഏത്തയ്ക്ക പഴുത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോഴേ ഞാനോടത്ത് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി ചായയും കൂടെ കൊടുക്കാമെന്ന് അങ്ങനെ തീരുമാനിച്ച് ഞാൻ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി അതൊന്ന് പൊരിച്ചെടുത്തു. അതിനുശേഷം ചായയും വെച്ച് ചായ കുടിച്ചു. അപ്പോഴേ ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂട്ടുകാരോട് എനിക്കൊരു കാര്യം കൂടി ഉണ്ട്. പുതുതായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യണം. പുതുതായിട്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഹൈപ്പ് ചെയ്യണം. പിന്നെ കമൻറ്റ്, ഷെയർ ഇവയെല്ലാം ചെയ്യുമല്ലോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു.